ഇത് വലിയ തോതിലുള്ള സംശയങ്ങൾക്ക് ഇട നൽകുന്ന ഒരു കാര്യമാണ്. ഇതെന്തെങ്കിലും പുറത്തു വരുമെന്നോ കൃത്യമായിട്ടൊരു അന്വേഷണം നടത്തപ്പെടുമെന്നോ എന്നിട്ട് ഇതൊക്കെ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയി നമ്മുടെ മുമ്പിൽ തെളിയുമെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കണ്ണൂർ പോലൊരു ജയിലിൽ നിന്ന് ഇത്തരത്തിലുള്ളൊരു ചാട്ടം ഉണ്ടാകുന്നു. ആ ചാട്ടങ്ങൾക്ക് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം കേരള പോലീസ്, അതായത് കേരള ജയിൽ അധികൃതർ അപ്പം തന്നെ പോലീസിനെ അറിയിക്കുന്നു. കേരള പോലീസ് അദ്ദേഹത്തെ വളരെ കായികമായി ഈ പറഞ്ഞ പോലെ ഓടിച്ചിട്ട് ഒരു കിണറ്റിൻ്റെ അടുത്ത് നിന്ന് പിടികൂടുന്നു. ആ പിടികൂടിയതിന് ശേഷം എന്ത് ചെയ്യുന്നു, ഇദ്ദേഹത്തെ കൊണ്ടുവരുന്നു. ഇതെല്ലാം തന്നെ ലൈവായി സംപ്രേഷണം ചെയ്യുന്നു. ആ ലൈവായി സംപ്രേഷണം ചെയ്യപ്പെടാൻ ഭാഗ്യമുണ്ടായ ഒരാളെന്ന് പറയുന്നത് മാതൃഭൂമിയുടെ ക്യാമറമാൻ റിപ്പോർട്ടറൊക്കെയാണ്. മാതൃഭൂമിക്ക് വലിയ തോതിൽ മൈലേജ് കിട്ടുന്നു. അതിനിടയിലൂടെ ജനം TV എന്ന് പറയുന്നത് ചാർലി തോമസ് ആണെന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, ഇദ്ദേഹം മതം മാറിയിട്ടുണ്ടെന്നും ഇദ്ദേഹത്തിൻ്റെ പേര് വേറെയാണെന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ അത് സ്ഥിരീകരിച്ചിട്ടില്ല, എനിക്കറിയില്ല അത് കറക്റ്റാണോ. അപ്പോൾ അത്തരത്തിലുള്ള കാര്യമാണെന്ന് കേൾക്കുന്നു. പക്ഷെ ഇതിൽ അടിമുടി ഒരു ദുരൂഹതകളുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയവും ഇല്ല.